ഈ സിനിമയുടെ വിഷയവുമായി ജോണി ചേട്ടനും ജിനുവും എന്നെ ഒന്ന് കാണുന്നത് ഏതാണ്ട് 1 വർഷത്തോളമായെന്ന് തോന്നുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ആദ്യമായി ജോണി ചേട്ടൻ ഒരു പുതിയ റൈറ്ററിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജോണി ചേട്ടൻ ഇന്ന് എനിക്ക് കുറച്ച് കേൾക്കണം, ഞാൻ ഫസ്റ്റ് ഹാഫ് കേൾക്കാം, സെക്കൻഡ് ഹാഫ് നാളെ കേൾക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഞാനന്ന് ഫസ്റ്റ് ഹാഫ് കേട്ട് നിർത്തി. അടുത്ത ദിവസം സെക്കൻഡ് ഹാഫ് കേൾക്കുന്നതിന് മുമ്പ് ജിനു എന്ന റൈറ്ററെ കുറിച്ച് ഞാൻ തന്നെ ഏതാണ്ട് 100ഓളം ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ജോണി ആന്റണി എന്ന് പറയുന്ന ഫിലിം മേക്കറിന് മലയാളത്തിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെതായ ഒരു ബ്രാൻഡ് നിലനിൽക്കുന്നുണ്ട്. ജോണി ആന്റണി സിനിമകൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിലനിൽക്കുന്നുണ്ട്. ആ ബ്രാൻഡിന് ഒരുപാട് പ്രേക്ഷകരും ആ ബ്രാൻഡിന് ഒരുപാട് നിർമ്മാതാക്കളും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഡയറക്ടർ സക്സസ്ഫുൾ ആയി നിൽക്കെ തന്നെ ഇനി ഞാൻ ചെയ്യുന്ന സിനിമ തികച്ചും വ്യത്യസ്തമാണ്, ഞാൻ ഇതുവരെ ചെയ്ത സിനിമകൾ പോലെ ആവരുത് എന്ന് ചിന്തിക്കുക, ഒരു പുതിയ പരീക്ഷണത്തിന് മുതിരുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. രണ്ടാമത്, മലയാളത്തില് ഒരു പുതിയ യങ് റൈറ്റർ വരികയാണ്. ഒരുപാട് ചെറുപ്പക്കാരായ എഴുത്തുകാർ നമുക്കില്ല ഈ മേഖലയിൽ. അങ്ങനെ ആ ഒരു വളരെ എലീറ്റ് ഗ്രൂപ്പിലേക്ക് ഒരു പുതിയ യങ് റൈറ്റർ ഈ സിനിമയിലൂടെ കടന്നു വരുന്നു എന്ന് പറയുന്നത്, സുന്ദര ചെറുപ്പമാണ്, കടന്നു വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യം. മൂന്നാമത്, എനിക്ക് തോന്നുന്നു ഞാൻ പല വേദികളിലും സംസാരിച്ചിട്ടുള്ള പോലെ മലയാള സിനിമ ഇനിയും സഞ്ചരിക്കേണ്ട ദിശ നമ്മുടെ സിനിമയെ ക്രോസ് കൾച്ചറലാക്കുക എന്നതിലേക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റു ഭാഷകളിലും നമ്മൾ അംഗീകാരം നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ദിശയിലേക്ക് തന്നെയാണ് മലയാള സിനിമ ഇനിയും സഞ്ചരിക്കേണ്ടത്. അതിന്റെ ഒരു വലിയ ചുവടുവെപ്പാണെന്ന് തോന്നുന്നു എനിക്ക് തമിഴിൽ നിന്ന് ഏറ്റവും മുൻനിരയിൽ നടനായും സംവിധായകനായും നിർമ്മാതാവായും നിലനിൽക്കുന്ന ശ്രീ ശശികുമാർ ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗമായി ഈ പ്രോജക്റ്റിൽ സഹകരിക്കാൻ തയ്യാറായി എന്ന് പറയുന്നത്. ഇതൊരു ഡ്യുവൽ ഹീറോ സബ്ജക്റ്റാണ്. ഒരേപോലെ പ്രാധാന്യമുള്ള 2 കഥാപാത്രങ്ങളുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ ഒരു കഥാപാത്രം ശ്രീ ശശികുമാർ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഈ സിനിമയ്ക്ക് ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് വാല്യൂ കൂടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ 3 വലിയ പ്രത്യേകതകൾക്കൊപ്പം ഒരു പുതിയ നിർമ്മാതാവും സിൻസിയർ സിനിമയുടെ ബാനറിൽ ഈ സിനിമയുടെ അണിയറയിൽ വരുന്നു എന്നതുകൂടി വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഞാൻ ഒരു നടൻ എന്ന രീതിയിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ചൂടുമാറ്റത്തിന് ചുക്കാൻ വഹിക്കുന്ന ഒരു പ്രോജക്റ്റ് മലയാളത്തിൽ സംഭവിക്കുന്നു, അതിന് ഭാഗമാകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സിനിമകൾക്കും ഇതുപോലെ ഒരു തിരിതെളിയിക്കൽ ചടങ്ങിൽ പ്രധാന പങ്ക് വഹിച്ച മമ്മൂക്ക ഇവിടെത്തിയതിന് മമ്മൂക്കയോട് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.